ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിരത്തുന്ന ന്യായങ്ങൾ നിലമ്പൂർ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചത് എപ്പോഴാണെന്ന് പറയാൻ വി.ഡി. സതീശൻ തയ്യാറാകണമെന്ന് സമസ്ത കാന്തപുരം നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരം ആവശ്യപ്പെടുന്നു. അതായത് നിലമ്പൂരിൽ UDF വാങ്ങുന്നത് മതരാഷ്ട്രവാദികളുടെ വോട്ടാണെന്നാണ് റഹ്മത്തുള്ള സഖാഫി പറഞ്ഞതിൻ്റെ രാഷ്ട്രീയം. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നല്ലാതെ അവരൊരിക്കലും അവരുടെ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. വാചക ശൈലിയിൽ കുറച്ച് മിനുക്കുപണിയൊക്കെ എടുക്കും. അടിസ്ഥാനപരമായി ഈ ആശയത്തിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ UDF വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങുന്നതിൽ കടുത്ത എതിർപ്പുണ്ട് കേരള മുസ്ലിം ജമാഅത്തിനും. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിനെതിരെ കടുത്ത ശക്തമായ നിലപാടെടുക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. നിലമ്പൂരിലെ രാഷ്ട്രീയത്തിൽ കക്ഷി ചേരുന്നില്ലെന്ന് മുജാഹിദ് നേതൃത്വം പറയുമ്പോഴും UDF ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ വാങ്ങരുതെന്ന് മുജാഹിദ് പ്രസ്ഥാനവും ആഗ്രഹിക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങാനുള്ള UDF തീരുമാനത്തെ ശക്തമായി എതിർക്കുകയാണ് കേരളത്തിലെ സമസ്ത നേതൃത്വവും. സമസ്ത നിലപാട് എല്ലാ തീവ്രവാദികളും മറ്റുപോലുള്ള അവർക്കൊക്കെ നമ്മളെതിരാണ്, എന്നും എതിരാണ് ജമാഅത്തെ ഇസ്ലാമി അതുപോലെയുള്ള സംഗതികൾക്കൊക്കെ. അത് സമസ്തന്റെ ഒരു നയാണ്. തീവ്രവാദവുമായിട്ട് ബന്ധമുള്ളവരോട് നമുക്ക് സഹകരിക്കാൻ പറ്റൂല, അതിനെ എന്നും നമ്മൾ നിശ്ചയമായി എതിർക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ ശരിക്കും പരുങ്ങലിലായത് മുസ്ലിം ലീഗാണ്. അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ലെന്ന് ലീഗിനറിയാം. വെൽഫെയർ പാർട്ടിക്ക് UDFൽ സ്വീകാര്യത ലഭിക്കുന്നത് മുസ്ലിം ലീഗിനെ അത്ര സന്തോഷിപ്പിക്കുന്നതല്ല. അത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് ലീഗിനറിയാം. വെൽഫെയർ ഇങ്ങോട്ട്, PDP അങ്ങോട്ട്, മനസ്സിലായില്ലേ? അതവർ മറച്ചു വെക്കുകയാണ്. ഓരോ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത് അത് UDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയോ പോളിസിയോ ഒന്നും ബാധിക്കാൻ പോണില്ല. ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ചർച്ചയാകുമ്പോൾ ഇടതുപക്ഷത്തിനുള്ള PDP പിന്തുണ പടച്ചട്ടയാക്കി പ്രതിരോധിക്കാനാണ് UDFന്റെ നീക്കം. പക്ഷേ PDP പിന്തുണയ്ക്ക് മറ്റ് മുസ്ലിം സംഘടനകൾ അത്ര എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷം ഉയർത്തുന്ന സംഘടിത ആക്രമണത്തിന് മുന്നിൽ UDFന് എത്ര കണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് ഉയരുന്ന ചോദ്യം.